വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ട്രഷേഴ്സ്. ഇന്ന് നമുക്ക് ഒരു ദോശയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശയൊന്നും അല്ല കേട്ടോ ഇതൊരു ഹെൽത്തിയായ ദോശയാണ്. പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ചെറുപയർ വെച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. വളരെയധികം ഹെൽത്തിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാകാനായിട്ടും ഒക്കെ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനോടൊപ്പം തന്നെ ഞാനൊരു ചമ്മന്തിയും കൂടെ, ഒരു വെറൈറ്റി ചമ്മന്തി കേട്ടോ. അത് നമ്മളുടെ സാധാരണ ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു വെറൈറ്റി ചമ്മന്തിയും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണണം, എങ്കിലേ ആ ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം നമ്മുടെ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു ഓവർനൈറ്റ് ഞാൻ വെള്ളത്തിലിട്ടു. ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ചെറുപയറാണ്. നല്ലപോലെ കഴുകി വെള്ളം മാറ്റിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 പച്ചമുളകും ഒരു 4-5 ചെറിയ ഉള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റും. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, എരിവൊക്കെ അധികം ആകാതെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് രണ്ടായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. പകുതി മുളക് ഉള്ളിയൊക്കെ പകുതി ചേർക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒന്ന് അരഞ്ഞ് കിട്ടാൻ ഒത്തിരി ലൂസായി പോകാതെ പാകം, നമ്മളൊരു ദോശയുടെയൊക്കെ പാകം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. പിന്നെ അതുപോലെ ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കേട്ടോ, ഈ ദോശ അരച്ച ഉടനെയാണ് ഈ ദോശ ഉണ്ടാക്കുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ ഇങ്ങനെ പുളിക്കാൻ വേണ്ടിയോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അരച്ച ഉടനെ തന്നെ ഈ ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ദോശ മാവൊക്കെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ബാക്കിയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു ദോശ തവ അടുപ്പത്ത് വെച്ച് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ എണ്ണ പുരട്ടുന്ന ദോശ തവയാണെങ്കിൽ നമുക്ക് എണ്ണ പുരട്ടിയെടുക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ഞാൻ എണ്ണ പുരട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊരു ചെറിയൊരു ദോശക്കല്ല, അതുകൊണ്ട് എനിക്ക് പരത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നല്ല കനം കുറച്ച് നമ്മൾ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ നല്ലപോലെ കനം കുറച്ചെടുക്കുവാണെങ്കിൽ ഏറ്റവും നന്നായിട്ടിരിക്കും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ചെറിയൊരു ദോശക്കല്ലായതുകൊണ്ട് എനിക്ക് അത് ശരിക്കും അങ്ങ് പരത്താൻ പറ്റിയിട്ടില്ല. അല്ലാതെ ദോശ പരത്താൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല കേട്ടോ. പിന്നെ എന്നിട്ട് നമ്മളിത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കുറച്ചൊന്ന് കരിഞ്ഞു പോകാൻ നോക്കണം. നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് തീ കുറച്ച് വെച്ച് വേവിക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവസാനം കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ എടുക്കാം. കരിഞ്ഞ് പോകരുതെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ ദോശയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അത് കരിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യണം. ഓരോ പ്രാവശ്യത്തിൽ കരിഞ്ഞ് പിടിക്കും കേട്ടോ. അപ്പോൾ ഒന്നില്ലേ കുറച്ച് വെള്ളം ഒഴിച്ച് തുടച്ച് കളയുക, അല്ലെങ്കിൽ നല്ലപോലെ ഒരു നല്ല തുണി എടുത്തിട്ട് നനച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ നമ്മുടെ ദോശകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിന് കൂട്ടാനൊരു ചമ്മന്തി വേണ്ടേ, ഒരു ടേസ്റ്റി വെറൈറ്റി ചമ്മന്തി ആയിട്ട് ഞാനിതേ വരുന്നു. നമുക്കതിനായിട്ട് ഞാനിവിടെ നമ്മളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റിയൊക്കെ വ്യത്യസ്തപ്പെടുത്താം കേട്ടോ. ഞാനിവിടെ ഒരു 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്രയൊക്കെ വേണം, അതുകൊണ്ട്. പിന്നെ ഇതിന് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഉണക്കമുളക് കേട്ടോ. നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്നതിന് കഴിഞ്ഞും പ്രത്യേകം ഒരു ടേസ്റ്റാണ്. മിക്ക കറികൾക്കും നമ്മൾ ഈ തേങ്ങ അരയ്ക്കുന്ന കൂടെ ഉണക്കമുളകൊക്കെ അരയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറികൾക്ക്. അപ്പം അതെടുക്കണം. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ വെളുത്തുള്ളി ചേർത്തിട്ടില്ല, ഇവിടെ അത്രയ്ക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. എന്നിട്ട് നമ്മൾ ആദ്യം ആ ഉണക്കമുളക് ഉണ്ടല്ലോ, വറ്റൽ മുളക്, അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ ഡാർക്കൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. അപ്പോഴേക്കും നമ്മളുടെ സവാള ഇട്ട് കൊടുക്കുന്നു. സവാള ഇട്ട് കൊടുത്ത പാടത്തിന് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. സവാള ഒന്ന് വാടും, അതിന് തന്നെ ഇട്ട് കൊടുത്ത വാടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് സവാള വാടിക്കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വെളുത്തുള്ളി ഇടുന്നുണ്ടെങ്കിൽ ആ ഉണക്കമുളക് ഇടുന്ന നേരം കുറച്ച് കഴിയുമ്പോഴത്തേനും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സവാളയുടെ കൂടെ ആണെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് തക്കാളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ
നമ്മളുടെ ചമ്മന്തിയുടെ പകുതി മുക്കാൽ പണി കഴിഞ്ഞു. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ഒന്നും കൂടെ നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടുപ്പത്തു നിന്ന് വാങ്ങിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം കുറച്ച് മല്ലിയിലയോ പിന്നെ പുതിനയില ഇഷ്ടമുണ്ടെങ്കിൽ അതോ ഒക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് എടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ചമ്മന്തി റെഡിയായി, ദോശ റെഡിയായി. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണം. ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ ഷെയർ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് അടുത്തൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, പരസ്പരം പ്രാർത്ഥിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.